Hi everyone, welcome to the Nattapadira video, and I'm your Batman agent. You guys are my Vavval Kuttigal. Okay. അപ്പോൾ വിഷയം കാര്യമായിട്ടൊന്നുമില്ലേ. വിരാട് കോഹ്ലി, വി കെ, ദ ലെജൻഡ്, ദ കിങ്, ദ വിരാട്, ദ ബ്രാൻഡ് ടെസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്നു. സോ കാട്ടുതീ പോലെ ഈ ന്യൂസ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്പ്രെഡായി. ബിക്കോസ് ഈ പോസ്റ്റ് വിരാട് കോഹ്ലി ഇട്ടതിന് ശേഷം ഭയങ്കര ചർച്ചകളാണ്. വിരാടിൻ്റെ ഫോം, വിരാടിനെ തഴഞ്ഞു, വിരാടിനെ BCC എല്ലാവരും കൂടിയും വെട്ടി വീഴ്ത്തി, ഗൗതം ഗംഭീർ യു ചീറ്റർ, ഭയങ്കര സീനുകളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്മുടെ DGM ബ്രീഫിങ്ങിലടക്കം ഒരു ഓഫീസർ വിരാട്ടിൻ്റെ റിട്ടയർമെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ലൈക്ക് ലെജൻഡാണ്. സോ നമുക്ക് ആദ്യം തന്നെ ആ പോസ്റ്റ് നോക്കാം വിരാടിൻ്റെ. ഇറ്റ്സ് ബീൻ 14 years since I first wore the baggy blue in the test cricket. Honestly, I never imagined the journey this format would take me on. It's tested me, shaped me, and taught me lessons I'll carry for life. There's something deeply personal about playing in whites. The quiet grind, the long days, the small moments that no one sees but that stay with you forever. As I step away from this format, it's not easy, but I feels right. I have given it everything I had, and it's given me back so much more than I could hoped for. I'm walking away with a heart full of gratitude for the game, for the people I shared the field with, and for every single person who made me feel seen along the way. I've always looked back at my Test career with a smile. Okay, അപ്പോൾ #269 സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോസ്റ്റ് വിരാട് കോഹ്ലി ഇടുന്നു. ഭയങ്കരമായിട്ടുള്ള വി കെ ഫാൻസ് നല്ലടി, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും വിരാട് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര സങ്കടമായിരിക്കും. ഞാൻ ഭയങ്കര വിരാട് ഫാനൊന്നുമല്ല. ഓക്കെ, ഞാനൊരു രോഹിത് ശർമ്മ ഫാനാണ്. ഞാൻ ഭയങ്കര അതിഭീകരമായ വിരാട് വി കെ ഫാനൊന്നുമല്ല. ബട്ട് അതൊക്കെ ഇരിക്കുമ്പോഴും, അങ്ങനെ ഫാൻ അല്ലാതിരിക്കുമ്പോഴും, ഇയാൾ ആ വെള്ള ജേഴ്സിയിൽ ആ ചുവന്ന ബോൾ കളിക്കുന്നത് അതൊരു കവിത പോലെയാണ് അല്ലേ. അതൊരു സംഭവം തന്നെയാണ് അയാൾ. അത് ഓൺലി വിരാട്, അതാണ് അയാൾക്ക് മാത്രമേ ഇത് പറ്റൂ. അപ്പം എന്താണെങ്കിലും ആള് സൈൻ ഓഫ് ചെയ്തു. ഓക്കെ, നമ്മളെ അശ്വിൻ പറഞ്ഞ മാതിരി OGs ആർ ഗോൺ 1 by 1. ആദ്യം നമ്മളെ രോഹിത് ശർമ്മ പോകുന്നു, പിന്നെ അതിനുശേഷം വിരാട് പോകുന്നു, അതിന് മുന്നേ തന്നെ അശ്വിൻ റിട്ടയർ ചെയ്തു. ഇതിനിടയിൽ നമ്മുടെ മീഡിയാസിലൊക്കെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി ഗൗതം ഗംഭീർ യുഗം എന്നൊക്കെ പറഞ്ഞിട്ട് സൂചന നൽകി BCC എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം ഗംഭീറിനെ കുറച്ചിങ്ങനെ വലിച്ചിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ ഭാര്യയെ കൂട്ടാൻ പറ്റില്ല, വിരാട് ടെസ്റ്റിൽ നിന്ന് വിരമിച്ചത് BCCIയുടെ പെരുമാറ്റച്ചട്ടം മൂലം എന്ന റിപ്പോർട്ട് നമ്മളെ മലയാളം മീഡിയാസ് ഇടുന്ന കേട്ടോ. ഇത്ര പ്രശസ്തി വേണ്ട സാധാരണ ജീവിതം നയിക്കാൻ കോഹ്ലിയും അനുഷ്കയും ഇന്ത്യ വിടാനൊരുങ്ങുന്നു. ഏത് റിട്ടയർ ചെയ്യുന്നത് ഒരുമാതിരി എന്താ പറയുക, സന്യാസ ജീവിതത്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ മലയാളം. നിങ്ങൾ ആരാ നിങ്ങൾ ശരിക്കും ഈ മലയാളം ന്യൂസ് ചാനൽസ്? ഓക്കെ, BCCI ഓർ എ പ്ലെയർ ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല സീനുകളും കാണും. ഓക്കെ, ഒരു ബോർഡ് എപ്പോഴും തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്യൂച്ചർ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്ലെയേഴ്സിനെ ഒരു മൊമെൻറ്റിൽ അവർക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അതിന് എത്ര ലെജൻഡറി പ്ലെയർ ആണെങ്കിലും ആഫ്റ്റർ സം ടൈം യങ് പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യങ് സ്ക്വാഡിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ ജേർണി കട്ട് ഷോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കാര്യങ്ങൾ വരും, അതൊക്കെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റ് കൂടുതലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്പോർട്ടും ഞാൻ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന സ്പോർട്ടും ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഈവൻ രോഹിത് ശർമ്മ ഒരിടയ്ക്ക് പറഞ്ഞിരുന്നു I'll try my best in England എന്നുള്ളത്. സോ രോഹിത് ശർമ്മയ്ക്ക് ഇംഗ്ലണ്ടിൽ കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, ബട്ട് റിട്ടയർ ചെയ്തു. ഈവൻ വിരാട് കോഹ്ലി ആണെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഐ വോണ്ട് ടു ഹിറ്റ് 4 or 5 സെഞ്ചുറീസ് ഇൻ ഇംഗ്ലണ്ട് എന്നുള്ളത്. ഈവൻ IPL നടന്നുകൊണ്ടിരിക്കുമ്പോൾ IPL പ്രാക്ടീസിൻ്റെ ഇടയിലും റെഡ് ബോളിൽ വിരാട് കോഹ്ലി പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെയൊക്കെ പിക്ചേഴ്സൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് രഞ്ജി ട്രോഫി കളിച്ച സമയത്ത് തന്നെ ഡൽഹി കോച്ചിനോട് ഇംഗ്ലണ്ടിൽ കളികൾ വരാൻ പോവുകയാണ്, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ആ ഡൽഹി കോച്ചാണെങ്കിലും പുറത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കളിക്കാൻ റെഡി ആയിരുന്ന ആളുകൾ മാറാനുള്ള കാരണം എന്ത് എന്നുള്ളത് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ സെലക്ടേഴ്സ്, BCCI, കോച്ച്, എല്ലാ ആസ്പെക്ട്സും വരും. ഓക്കെ, ബട്ട് ഇതൊക്കെ ഇന്നവിറ്റബിളാണ്, ഒക്കെ ഇന്നവിറ്റബിളാണ്. കാരണം ക്രിക്കറ്റാണ് ഭാവി എന്നുള്ളൊരു കാര്യമുണ്ട്. സോ യങ് ജനറേഷന് ആൻഡ് നമ്മുടെ ബെഞ്ച് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആർക്കാണെങ്കിലും മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരാം. അങ്ങനത്തെ ടോക്സ് നടന്നു എന്നൊക്കെ ഉള്ളത് പറയുന്നൊക്കെ ഉണ്ട്, ബട്ട് ആരും എവിടെയും കൺഫേം ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് ലുക്കിംഗ് ടു വിരാട് കോഹ്ലീസ് ജേണി. ഓക്കെ, 2011 വെസ്റ്റ് ഇൻഡീസിൽ ഡെബ്യൂട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ഫിഡൽ എഡ്വേർഡ്സ് ആണ് തോന്നുന്നു. ഒരു ഇന്നിങ്സിൽ തന്നെ 2 വിക്കറ്റ് കൊടുക്കുകയാണ് വിരാട് കോഹ്ലിൻ്റെ. അങ്ങനെ വിചാരിച്ച് കാണില്ല റിട്ടയർ ചെയ്യുമ്പോൾ ഈ ലെജൻഡിൻ്റെ വിക്കറ്റാണ് ഡെബ്യൂട്ട് എടുത്തതുള്ളത്. കാരണം അങ്ങനത്തെ ഒരു ഗ്രോത്താണ് നമ്മുടെ വിരാട് കോഹ്ലിൻ്റെ ബാറ്റ് കൊണ്ട് ഇങ്ങേര് ഉണ്ടാക്കി വെച്ചത്. ബാറ്റും ആറ്റിറ്റ്യൂഡും ഫിറ്റ്നസ്സും എല്ലാം കൊണ്ടും. അപ്പോൾ എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിൻ്റെ പേഴ്സണൽ ഇന്നിങ്സിൽ എനിക്ക് ബർമിംഗ്ഹാമിൽ 2018 ഒരു ഇന്നിങ്സ് ഉണ്ട്. ദാറ്റ് വാസ് മാജിക്, പ്യുവർ മാജിക്. 149 അടിച്ചത് തോന്നുന്നു. പിന്നെ 2016 മുംബൈയിലൊരു സാധനമുണ്ട്, അത് 235, അത് ഇംഗ്ലണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അതും ഒരു കിണ്ണ ഇന്നിങ്സ് ആയിരുന്നു. എണ്ണം പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. സെഞ്ചുറിയിലൊരു ഇന്നിങ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ കിണ്ണം കാച്ച സാധനങ്ങളായിരുന്നു. പിന്നെ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിരാട്ടിന് റെക്കോർഡൊക്കെ മറ്റേ മിഠായി ഇന്നണ പോലത്തെ അവസ്ഥയാണ്. സോ വിരാട് വിരാട് സെറ്റ് ചെയ്ത റെക്കോർഡ്സ് തന്നെ ഒരുപാടുണ്ട്. ഓക്കെ, ആൻഡ് വിരാട് ആസ് എ ക്യാപ്റ്റൻ, ആസ് എ ടെസ്റ്റ് ക്യാപ്റ്റൻ, ഇന്ത്യയുടെ എല്ലാ കൺവെൻഷണൽ സാധനങ്ങളും, ടെസ്റ്റ് അപ്രോച്ച് അടക്കം, ഒരു ടെസ്റ്റ് ക്യാപ്റ്റൻ എങ്ങനെയായിരിക്കണം, ഒരു ടെസ്റ്റ് പ്ലെയറിൻ്റെ ഒരു കൺവെൻഷണൽ സാധനങ്ങൾ മൊത്തം പൊളിച്ചെഴുതിയ ഒരു മനുഷ്യനാണ് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞത്. അപ്പം സച്ചിൻ എങ്ങനെയായിരുന്നു? സച്ചിൻ എന്ന് പറഞ്ഞൊരു വികാരം, കോടിക്കണക്കിന് ഇന്ത്യക്കാരെ സ്വപ്നം ഫുള്ള് തോളത്തേറ്റി വരുന്ന ആ ഒരു മനുഷ്യനുണ്ട് സച്ചിൻ കഴിഞ്ഞിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ വാട്ട്സ് നെക്സ്റ്റ് എന്നാണ്. ആ നെക്സ്റ്റ് വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലി ആവും എന്നുള്ളത് സോൾഡായിട്ട് കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുള്ള കരിയറാണ് വിരാട് കോഹ്ലിൻ്റെ. കാരണം സച്ചിൻ വന്ന സമയത്ത് സച്ചിൻ വരുന്ന 100 അടിക്കും, നമ്മൾ ആ സാധനം ഇടും. സച്ചിൻ കഴിഞ്ഞിട്ട് ഇനി ആരും ഉണ്ടാവില്ല, ഇനി ക്രിക്കറ്റിൽ അങ്ങനെ ആൾക്കാരില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് there comes the വിരാട്. പോണു സെഞ്ചുറി അടിക്കും. അങ്ങനെ റൺ മെഷീൻ, പിന്നെ ചേസ് മെഷീൻ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട്ടിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻസിന് ഇന്ത്യ കളിക്കുമ്പോഴും പുറത്തു പോയി കളിക്കുമ്പോഴും കളി ജയിക്കണം. ഇന്ത്യ തോറ്റിട്ട്, വിരാട്ടിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ തോറ്റ കളികളിലടക്കം ആ തോൽവിയിൽ നമുക്കൊരു സങ്കടം വരില്ല. കാരണം എന്താ അറിയോ? ഫൈറ്റ് ചെയ്തിട്ടാണ്, അഗ്രഷനിലാണ് തോറ്റ്. പണ്ടത്തെ ഇന്ത്യൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ എന്താ, രാഹുൽ ദ്രാവിഡ് മുട്ടുന്ന പോലെ തന്നെ ഇന്ത്യ മൊത്തം മുട്ടും. അവർക്ക് ഡ്രോ ആയാൽ മതി, ഇങ്ങനെയെങ്കിലും കളി ഡ്രോ പിടിച്ചാൽ മതി. കളി ജയിക്കാനുള്ളൊരു ഇൻറ്റൻറ്റ് ഇല്ല. വിരാട്ട് വന്നു, ക്യാപ്റ്റനായി, 4-5 ഫാസ്റ്റ് ബോളേഴ്സിനെ വെച്ച് എറിയിക്കാൻ തുടങ്ങി, അഗ്രഷൻ കാണിക്കാൻ തുടങ്ങി. മോർ ലൈക്ക് എൻ ഓസി. ആരോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഭയങ്കര ഈ ഓസ്ട്രേലിയൻ പ്ലെയേഴ്സിനുള്ളൊരു തരം അഗ്രസീവ്നെസ്സും കളി. ഇന്ത്യൻ പ്ലെയർ ആണെങ്കിലും മോർ ലൈക്ക് എൻ ഓസ്ട്രേലിയൻ പ്ലെയർ എന്നുള്ളൊരു സാധനം. അല്ല, പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്താണെങ്കിലും വിരാട് കോഹ്ലി ഇന്ത്യയുടെ അൺഡൗട്ടബിളി ദ നമ്പർ 1 ടെസ്റ്റ് ക്യാപ്റ്റനാണ്. ഒന്നും പറയാനില്ല. ഇന്ത്യൻ ടെസ്റ്റ് ക്യാപ്റ്റന്മാരിൽ ദ ബെസ്റ്റ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആ ഒരു ഇൻറ്റൻറ്റ് മാറ്റി. ഇപ്പോഴുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്, ടെസ്റ്റ് ടീമാണെന്നുണ്ടെങ്കിലും കളി ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. വിക്കറ്റ് എടുക്കണം. 2 ഇന്നിങ്സിലായിട്ട് ആ 20 വിക്കറ്റ് എങ്ങനെ എടുക്കണം?
അല്ല ഇത് തട്ടിയും മുട്ടിയും പോയിട്ട് കാര്യമില്ല. ഇടുക്കണം എന്നുള്ള ആ ഒരു സാധനം, ആ വാശി കൊണ്ടുവന്നത് അത് ഇയാൾ തന്നെ. ആൻഡ് ഓബിയസ്ലി ഫിറ്റ്നസ്. വിരാട് കോഹ്ലി ഇപ്പം ഞാൻ പറയുമ്പോൾ ഇപ്പോൾ ചിലർക്ക് തള്ളായിട്ട് തോന്നാം, പക്ഷേ എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയാം. ഞാൻ അത്യാവശ്യം ബാംഗ്ലൂർ നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ ഈ IPL സമയത്തൊക്കെ നെറ്റ് ബോളറായിട്ട് പോയി നെറ്റ്സിൽ ബോൾ ചെയ്യും. IPL അല്ലെങ്കിലും അത്യാവശ്യം ഫോറിൻ ടൂറിന് ടീമുകൾ വരുമ്പോൾ ചിന്നസ്വാമിയിൽ മാച്ചസ് നടക്കുന്ന സമയത്ത് നെറ്റ്സിൽ പോയിട്ട് ബോൾ ചെയ്യാറുണ്ട്. ബിക്കോസ് ഞാൻ അവിടെ ഒരു ടീമിന് ലീഗ് മാച്ചസ് കളിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞുള്ള ഒരു ടീമിന് ഞാൻ ലീഗ് മാച്ച് കളിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ ടീമിൻ്റെ ഓണറുണ്ട് സുരേഷ് സാർ എന്ത് ചെയ്യും, ഞാൻ ഓഫ് സ്പിന്നറാണ്. പിന്നെ എൻ്റെ ബോള് ഓഫ് സ്പിന്നർ ആണ് ഞാൻ എറിയുന്നതെന്നുണ്ടെങ്കിലും സീമിൽ വീഴില്ല. ചില ബോൾ പള്ളടിച്ച് വീഴും, ഇങ്ങനെ വട്ടത്തിൽ വീഴും, കൈ ഇങ്ങനെ ആവും ചിലത് കൈ. അത് പിന്നെ ഞാൻ അറിഞ്ഞുകൊണ്ട് എറിയാൻ തുടങ്ങിയ സാധനം. അപ്പോൾ കുറച്ച് പുതിയ ബോളിൽ വെള്ള ബോളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാകും. തള്ളി എറിഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്സ്മാൻ എക്സ്പെക്ട് ചെയ്യുന്ന അകത്ത് വരുന്നുള്ള ഈ സാധനം പുറത്തു പോകും. ഒരു ഓഫ് സ്പിന്നർ ബോൾ പുറത്തു പോയി എങ്ങനെ ഉണ്ടാവും, അങ്ങനെ പോകും. അപ്പോൾ ഇന്നെ കൊണ്ടുപോയിട്ട് നെറ്റ്സിൽ ബോൾ വയ്ക്കും. അങ്ങനെ എനിക്ക് വിരാട്ടിനൊക്കെ ബോൾ ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. ബോൾ ചെയ്യില്ല, നമ്മൾ നോക്കിയിരിക്കും. എന്തോന്ന് എത്ര ഒരു ഷോട്ട് വിരാട്ട് കളിക്കുമ്പോൾ ആ ഒരു ഷോട്ട് എഫേർട്ട്ലെസ് ആയിട്ട് കളിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഓൾമോസ്റ്റ് കുറച്ചധികം പ്ലേയേഴ്സിന് ബോൾ ചെയ്തിട്ടുണ്ട്. രോഹിത് ശർമ്മ അവരൊക്കെ എഫേർട്ട്ലെസ് ആണ്, ഒരു ഫ്ലോയിലാണ് കളിക്കുക. ഒരു സാധനം ഉണ്ട് അവർക്ക്. പക്ഷെ വിരാട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോളിലിടുന്ന കോൺസെൻട്രേഷൻ, ഒരു ബോൾ കളിക്കുമ്പോഴത്തേക്ക് ഇയാളെ ബോഡി വന്ന് നിൽക്കുന്നൊരു തരം ഒരു സാധനമുണ്ട്. ഒരു ഒറ്റ ബോളിന് അയാൾ ഇടുന്ന ഒരു കോൺസെൻട്രേഷനും എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ, അതാണ് അയാളെ റൺ മെഷീൻ ആക്കിയത്. കാഷ്വൽ അപ്രോച്ച് ഇല്ല വിരാട് കോഹ്ലിക്ക്, ഒന്നിലും ഇല്ല, ലൈഫിലും ഇല്ല, ക്രിക്കറ്റിന് ഒന്നിനും ഇല്ല. അയാൾക്ക് ഭക്ഷണം കഴിക്കുന്നത് വരെ ഓക്കെ വിരാട്ടാണെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നത് വരെ വർഷങ്ങളോളം ഒരു ഡയറ്റ് പോലും പൊട്ടാതെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം വരെ മാറ്റി വെച്ച് അത്രയും ഫിറ്റ്നസ് ഫ്രീക്കായിട്ടാണ് ഇയാൾ നടന്നിട്ടുള്ളത്. ആൻഡ് ഇയാളെ കണ്ടിട്ടാണ് യങ് ജനറേഷൻ ഇപ്പം പറയുന്ന ഓരോരുത്തരും, ശുഭ്മൻ ഗില്ലാണെങ്കിലും അഭിഷേക് ശർമ്മയാണെന്നുണ്ടെങ്കിലും ശ്രേയസ് അയ്യർ, എല്ലാവരും, നിങ്ങൾ പുതിയ യങ് ജനറേഷൻ മൊത്തം എടുത്ത് നോക്കിയോ, അവരെവിടുന്ന ഇൻസ്പിറേഷൻ വന്നത് അവർക്ക് ഈ ഫിറ്റ്നസ്സിൽ? അത് ഡെഫിനറ്റ്ലി വിരാട് കോഹ്ലി. എല്ലാത്തിനും ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യുന്ന ദ ബ്രാൻഡ്. അങ്ങനത്തെ ഒരു മനുഷ്യൻ 36ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോൾ പല ചോദ്യങ്ങളും വരും. ഗവാസ്കർ 38, സച്ചിൻ 40, അങ്ങനെ കളിച്ചിട്ടുണ്ട്. ഞാൻ 10,000 ടെസ്റ്റ് റൺസ് എന്നുള്ളൊരു മൈൽ സ്റ്റോണിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് 1,700 റൺസ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നിട്ടാണ് ഈ റിട്ടയർമെൻറ്റ് വന്നിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആളുകളൊക്കെ സംസാരിച്ച് കേട്ടു, BCCയും സെലക്ടേഴ്സും ഒക്കെ ഫോമിൻ്റെ കാര്യത്തിൽ. ആൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി മീഡിയയിൽ വന്നിരുന്ന് പറയുന്നതും കേട്ടു, ക്രിക്കറ്റ് അനലിസ്റ്റ്, വിരാട് കോഹ്ലിൻ്റെ ഫോമാണ്, സ്വരം നന്നാവുമ്പോൾ പാഡ് അഴിക്കണം, അങ്ങനത്തെ ഒക്കെ പല സാധനങ്ങളും കേട്ടു കണ്ടു ഒക്കെ ചെയ്തു. പക്ഷെ ഫോർ മീ പേഴ്സണലി ഞാൻ ഒരു കാര്യം പറയാം, വിരാട് കോഹ്ലിൻ്റെ ഫോം ഔട്ടും നോർമൽ ഒരു പ്ലെയറിൻ്റെ പീക്ക് ഫോം ഏകദേശം ഒന്നാണ്. വിരാട് കോഹ്ലിൻ്റെ ഫോം ഔട്ടിൽ ആവറേജ് എത്ര? 30, 35, 40. ഓക്കെ, കമ്പയറിങ് ടു വാട്ട് വിരാട്ടിൻ്റെ ട്രാക്ക് റെക്കോർഡിൽ അത് ലോ ആണ്. ഓക്കെ, പക്ഷെ വിരാട് കോഹ്ലിനായിട്ട് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അത് അപ്പോഴും അപ് ടു പാറാണത്. ആൻഡ് ഇന്ത്യക്ക് ആവശ്യം ഇപ്പോൾ ഔട്ട്സൈഡ് ഓഫ് സ്റ്റേക്ക് ബോൾ വരുന്നു, വിരാട് കോഹ്ലി ഇങ്ങനെ തട്ടുന്നു പോകുന്നു, ഈ സാധനം വിരാടിൻ്റെ എല്ലാ ഏത് ഇന്നിങ്സ് എടുത്ത് നോക്കിയാലും ഔട്ട്സൈഡ് കൺട്രി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറിൻ ടൂറിൽ ഈ സാധനം ഉണ്ട്. അത് റെക്ടിഫൈ ചെയ്യാൻ വളരെ പാടായിട്ട് വിരാട് കോഹ്ലിക്ക് തന്നെയുള്ളൊരു സാധനം എല്ലാ ടീമിനും അറിയുന്നൊരു വീക്ക് പോയിന്റും അതാണ്. പക്ഷെ അതൊക്കെ കാരണം വെച്ച് വയസ്സായി അല്ലെങ്കിൽ പുവർ ഫോമാണെന്നൊക്കെ പറയുമ്പോൾ അയാളെ കയ്യിലുള്ളൊരു സാധനമില്ലേ ഇന്ത്യക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രോഹിത് ശർമ്മയും പോയി, അശ്വിനും പോയി, എല്ലാവരും പോയിരിക്കുമ്പോൾ വാട്ട് ഐ തോട്ട് ഇംഗ്ലണ്ട് ടൂറിന് വിരാട് ക്യാപ്റ്റനായിട്ട് വരുന്ന, ആൻഡ് ഓൾറെഡി പിച്ച് ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്, കൺഫർമേഷൻ ഇല്ല. ബട്ട് ഒരു യങ് സൈഡിനെ മോൾഡ് ചെയ്യണമെങ്കിൽ വിരാട്ടിനെ പോലുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനർ. ഫിറ്റ്നസ്സിൽ എന്താ മോശമാണോ? 36 വയസ്സിൽ ഇപ്പോൾ 26 വയസ്സിലുള്ള ആൾക്കാരെ ഓടി തോൽപ്പിക്കുകയാണ്. സോ ഫിറ്റ്നസ് ഒരു സീനല്ല. പിന്നെ ഈ ഔട്ട്സൈഡ് ഔട്ട്സിക്ക് പോകുന്ന ബോൾ ഇങ്ങനെ തട്ടി കൊടുക്കുന്ന പരിപാടി,
ഇറ്റ്സ് വിരാട് കോഹ്ലി മാൻ. എപ്പോൾ വേണം അയാൾ തിരിച്ചു വരാം. ആ തട്ടും മുട്ടൊക്കെ അയാൾ മാറ്റി അയാൾ കളിക്കും. അയാൾക്ക് ആ വാശി അയാൾക്ക് ആ ഒരു സാധനം അയാൾക്കുണ്ട്. സോ അത് അയാൾ മാറ്റും, അല്ലെങ്കിൽ ആ വാശിക്ക് അയാൾ കളിക്കും എന്നുള്ള കാര്യം അൺഡൗട്ടബിൾ ആണ് എല്ലാവർക്കും. അത് പിന്നൊരു റീസൺ എന്ന് പറഞ്ഞാൽ പഴയ ഫോമിൻ്റെ ഒപ്പം പുതിയ ഫോം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പുതിയ ഒരു എന്താ പറയുക സൂപ്പർ സ്റ്റാർസ് ഇല്ല ഡ്രസ്സിങ് റൂമിൽ, അങ്ങനത്തെ സ്കീമോ പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്ലെയർ തന്നെ തളർന്നു പോകും. മനസ്സിലായോ? ഒരു പ്ലെയർക്ക് തന്നെ അയാളുടെ ഇപ്പോൾ മേ ബി എനിക്ക് തോന്നുന്നു എങ്ങനെയായിരിക്കാം BCCI പെട്ടെന്നൊരു ടീം അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നും ഇല്ലെങ്കിൽ അത് ഭയങ്കര ചോദ്യങ്ങൾ വരും. ഇത് അതിന് മുന്നേ തന്നെ അവരെ വിളിച്ച് വരുത്തിയിട്ട് ഇഫ് യു ആർ ലൈക്ക് എന്താ പറയുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ഫോമിനനുസരിച്ചുള്ള പെർഫോമൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ പുറത്തിരുത്താൻ ചാൻസ് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. ഓക്കെ, ഡെഫിനറ്റ്ലി അതിനെ ചാൻസ് ചെയ്യാൻ കാണുന്നുള്ളൂ. കാരണം നാളുകളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഇൻഫോംഡ് ആയിരിക്കണം. ഞാൻ എവിടെയോ കേട്ടു, ഒരു ഏപ്രിൽ ടൈമിൽ തന്നെ വിരാട് കോഹ്ലി ഏകദേശം ഈ കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് എന്നോട്, അതായത് രോഹിത് ശർമ്മയൊക്കെ റിട്ടയർ ചെയ്ത് ഏകദേശം ആ സമയത്ത് തന്നെ വിരാട് വാസ് ലൈക്ക് റെഡി എന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വിരാട് കോഹ്ലിൻ്റെ റിട്ടയർമെൻറ്റ് എനിക്ക് തോന്നുന്നൊരു ഇംഗ്ലണ്ട് ടൂറും കൂടി നോക്കായിരുന്നു. ഓക്കെ, ഇംഗ്ലണ്ട് ടൂറും കൂടി നോക്കുക എന്നുള്ളതൊരു സാധനമാണ്. നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, നമ്മളൊരു കമ്പയറിങ് ടു ഇംഗ്ലണ്ട് സൈഡ് നമുക്ക് ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുമായിരുന്നു വിരാട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. അത് ചുമ്മാ നിന്നാൽ മതി അയാൾ, അത് നിന്നാൽ മതി, ചുമ്മാ പിള്ളേർ ബാക്കി ചുറ്റും കളിച്ചു പോകും. അങ്ങനെയാണ് വിരാട് കോഹ്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക, ഞാൻ ഭയങ്കര ലക്കി ആട്ടോ. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ അടുത്ത് കാണാൻ പറ്റി. ഒന്നും അല്ലാത്തവരുത്തന്നെ ഒരു ബോൾ എറിയാൻ പറ്റിയിട്ടുണ്ട് വിരാടിന്. അതൊക്കെ ഒരു ഭയങ്കര മൊമെൻ്റാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്സ് ആണ് അതൊക്കെ എനിക്കിൻ്റെ ജീവിതത്തിന്. ഞാനത് ഇങ്ങനെ ഭയങ്കര ഞാൻ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഗൂസ് ബമ്പ് അടിക്കുന്ന സാധനങ്ങളാണ്. കാരണം പറ്റില്ല, നമുക്കങ്ങനെ പെട്ടെന്ന് നടക്കുന്ന പരിപാടിയൊന്നുമില്ലല്ലോ. ഇവിടെ ഈ എന്താ പറയുക, ഏറ്റവും ഒരു മീഡിയോക്കർ ലെവൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരാൾക്കും ഡ്രീം ചെയ്യാൻ പറ്റാത്തൊരു സാധനമൊക്കെയാണ് ഈ IPL നെറ്റ്സിൽ ബോൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ ഇൻ്റർനാഷണൽ ടീം വരുമ്പോൾ പോയി ബോൾ ചെയ്യുക എന്നുള്ളതൊക്കെ. ബാംഗ്ലൂരിൽ നിന്നതുകൊണ്ടും നല്ലൊരു ടീമിൽ ലീഗ് കളിച്ചതുകൊണ്ടും അതിൻ്റെ ഓണർ സൂപ്പർ ആയതുകൊണ്ടും എനിക്ക് KSCL നല്ല പിടിപാടുള്ളത് കൊണ്ടും എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. ആ മൊമെൻറ്റ്സൊക്കെ അത് നമുക്ക് എടുത്തു വയ്ക്കാൻ. സത്യത്തിന് ഞാൻ ഒന്നാമത് ഗ്രൗണ്ടിനകത്ത് ആ ടൈമിൽ നമുക്ക് ഫോൺസ് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഫോണൊക്കെ അവിടെ നമ്മൾ ബാഗിൽ വെച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഹൈലി സെക്യൂരിറ്റി പണികളൊക്കെയാണ്. പിന്നെ നെറ്റ് ബോളർക്ക് പോയിട്ട് അവിടെ പോയിട്ട് CCTV ക്യാമറ അല്ലെങ്കിൽ ബാക്കി ക്യാമറ വീഡിയോ ചോദിച്ചാൽ കിട്ടാനും പോകണല്ലോ. അങ്ങനെ കുറച്ച് മൊമെൻറ്റ്സ് നമുക്കങ്ങനെ പിക്ചറോ വീഡിയോ ആയിട്ട് എടുത്തു വെക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അത് ഇല്ലാത്തത് നന്നായി. കാരണം എന്താ പറയുക, ഇങ്ങനെ മെമ്മറി എടുക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ എന്താണെങ്കിലും വിരാട്ടിൻ്റെ റിട്ടയർമെൻറ്റ്, അതിനിടയിൽ ആരാണ് ഇവർ മറ്റേ അനുഷ്കേനെ കൊണ്ടുപോകാൻ പറ്റായിട്ടാണ്, അല്ലെങ്കിൽ ഫാമിലി അവർ ഈ പറഞ്ഞ പോലെ പീസ് തേടി യാത്രയിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയ മീഡിയാസിനോട് നടുവരൽ നമസ്കാരം എന്നല്ലാതെ മലയാളത്തിലുള്ള കുറേ ചാനലുകളിലൊന്നും പറയാനില്ല. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വിരാട് കോഹ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ലെജൻഡ് ഇന്ത്യൻ ടീമിൽ നിന്ന് ഈ പറഞ്ഞ റെഡ് ബോൾ ക്രിക്കറ്റിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. സച്ചിൻ പോയപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ആരും ഉണ്ടാവില്ല. സച്ചിനാണ്, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. വിരാട്ടാണ്, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സച്ചിൻ പോയാലും വിരാട്ട് പോയാലും ഇന്ത്യൻ ക്രിക്കറ്റ് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അടുത്തൊരാൾ ആരായിരിക്കും എന്നുള്ളത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടുള്ളൂ. ആൻഡ് വി ഓൾറെഡി ഹാവ് എന്താ പറയുക, ഭയങ്കര ഹെവി വെയ്റ്റ് ബെഞ്ച് സ്ട്രെങ്ത് ആണ് ഇന്ത്യക്കുള്ളത്. ആരെങ്കിലുമൊക്കെ വരും. അടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരിക്കും നിങ്ങളൊന്ന് ഗസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് മിക്കവാറും റെഡ് ബോൾ ക്രിക്കറ്റിൽ അത് ഋഷഭ് പന്തായിരിക്കും ചാൻസ് കൂടുതൽ. 3 ഫോർമാറ്റിൽ 3 ക്യാപ്റ്റൻസ് ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. എന്നാൽ റെഡ് ബോൾ എനിക്ക് തോന്നുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഋഷഭ് തന്നെയായിരിക്കും. പന്തം. അപ്പം അങ്ങനെ വിരാട് കോഹ്ലി റെഡ് ബോളിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കും.